നമ്മുടെ ആശുപത്രികളിൽ എന്തിനാണ് ഈ ഒരു ഹോസ്പിറ്റൽ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ NABH ഇത്തരത്തിലൊരു ഡോക്യുമെൻറ്റേഷനൊക്കെ തന്ന് നമ്മളെ ഈ ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നത് പോലുള്ള സ്റ്റാൻഡേർഡുകൾ, ഓരോ സ്റ്റാൻഡേർഡ് ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ അനുസരിച്ച് ആണോ നടക്കുന്നതെന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്ര പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? കഴിഞ്ഞ വർഷം എൻ്റെ വൈഫ് ഒരു കുറച്ചധികം ദിവസം ഒരു ICUയിൽ അഡ്മിറ്റഡ് ആയിരുന്നു. 25 കൊല്ലമായി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എനിക്ക് അവിടെ നടന്ന പല കാര്യങ്ങളും അസ്വീകാര്യമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ നമ്മളുടെ ഓൺ കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വീകാര്യത ഒരു പരിധിക്കപ്പുറം അവിടെ കൺവേ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എങ്ങനെയായാലും നമ്മുടെ പ്രിയപ്പെട്ട ആളിനെ സുഖപ്പെടുത്തി കിട്ടുക എന്നതാണ് പരമപ്രധാനമായ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ബോധതലത്തിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ആ ഒരു ICU അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസ് കിടക്കുന്നിടത്ത് 1:1 ഒരു പേഷ്യൻറ്റിന് ഒരു നേഴ്സ് കെയർ കൊടുക്കുന്ന തലത്തിലും അത് 1:3 ഫോർ ദ റൊട്ടേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന രീതിയിൽ 1:3, അതായത് ഒരു പേഷ്യൻറ്റിന് 3 നേഴ്സ് ഒരു ദിവസം വന്നു പോകണം. കാരണം ആ ഒരു ICUയിൽ നമ്മൾ അത്രയധികം ഹൈ ചാർജ് പലപ്പോഴും വാങ്ങുന്നുണ്ട് ഈ 3 പേരുടെ സ്റ്റാഫ് ഡെപ്യൂട്ടേഷൻ വരുന്നതനുസരിച്ച്. പക്ഷെ അന്ന് അൺഫോർച്ചുനേറ്റ്ലി വളരെ ബൃഹത്തായ വലിയൊരു സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിലായിരുന്നിട്ടും 12 ICU പേഷ്യൻസിന് 3 നേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടത്. പലപ്പോഴും നമ്മളുണ്ടാകുന്ന ചില പെട്ടെന്ന് ഒരു നീഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ ആരെയും കാണുന്നില്ല എന്നൊരു പ്രശ്നമൊക്കെ നമ്മൾ കണ്ടു. വളരെ പത്തറ്റിക് സിറ്റുവേഷനായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഒരു പേഷ്യൻറ്റും അതിലധികം റിയാക്ട് ചെയ്യത്തില്ല, അല്ലെ ബൈസ്റ്റാൻഡർ റിയാക്ട് ചെയ്യത്തില്ല. കാരണം അത്രയധികം സഫറിങ്സിലുള്ള ഒരു സമയമാണത്. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യൻസിൻ്റെ റിക്കവറി, ആ ഒരു കെയറിൽ വരുന്ന ചില വേരിയേഷൻസ് ശ്രദ്ധ കുറവ് മൂലം നീണ്ടുപോകാം. ഞങ്ങൾ ആ സമയത്ത് ആ ഒരു ICUയിലെ താമസം 4 ആഴ്ചയോളം നീണ്ടുപോയി. പക്ഷെ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കൂടുതൽ ബെറ്റർ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. സോ നമ്മളുടെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ് COP 9C, അഡ്വക്കേറ്റ് സ്റ്റാഫ് ആൻഡ് എക്യുപ്മെന്റ്സ് ആർ അവൈലബിൾ. നമ്മളുടെ ഓർഗനൈസേഷൻ ഓരോ ICUയിലേക്കും HDയിലേക്കും റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി ഡിസൈഡ് ചെയ്യപ്പെട്ട എക്യുപ്മെന്റ്സ് എക്സാക്ട്ലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അവിടുത്തെ സിവിയറിറ്റി അനുസരിച്ച് സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം സ്റ്റാഫ് ആ മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട്. അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നും നമ്മൾ ഉറപ്പുവരുത്തണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള സ്റ്റാഫുകളെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്നതിന് ഏറ്റവും നല്ലൊരു റെഫറൻസ് ഗൈഡാണ് നേഴ്സിംഗ് വർക്ക് ഫോഴ്സിനെ കുറിച്ച് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഒരു റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായൊരു എക്സൽ ഷീറ്റ് പോലെ ഒരു ചാർട്ടായിട്ട് അത് കാണാൻ പറ്റും. ഒരു സ്റ്റാഫ് നേഴ്സിനെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ടോട്ടൽ ഒരു ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഒരു 300 ബെഡുകൾക്ക് വേണം. ആ രീതിയിലൊക്കെ ഒരു കൃത്യമായ ചാർട്ടാണ്. അവിടെ ICUയിൽ HDയിൽ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ICU HDയും എന്ത് തരം ട്രീറ്റ്മെൻറ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എക്യുപ്മെൻസും മോണിറ്റർ എക്യുപ്മെൻസും കൃത്യമായും മാനേജ്മെൻറ്റിൻ്റെ ബാധ്യതയാണ് അവിടെ കൊടുക്കേണ്ടത്. അത് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്. കാരണം നെസസറി ലൈഫ് സേവിങ് എക്യുപ്മെന്റ്സ് ആൻഡ് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. സോ COP 9C says that adequate staff and equipments are available in HDU and ICU.